നമസ്കാരം. അങ്ങനെ രാജ്യം കാത്തിരുന്ന തിരഞ്ഞെടുപ്പിനുള്ള അംഗം തുടങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്നേക്ക് 41-ാം ദിവസം കേരളം വിധിയെഴുതും. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിരിപ്പ് കൂടിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വാർത്തകളും ഉൾപ്പെടെ മറ്റു വാർത്തകളും വിശദമായി പരിശോധിക്കാം. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ 41-ാം നാൾ വിധിയെഴുത്ത്. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടമായ ഏപ്രിൽ 26-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4-ന് വോട്ടെണ്ണൽ. फेज 1 में 21 राज्य पोलिंग में जाएंगे और फेज 2 में उसमें से और राज्य जुड़ जाएंगे. കേരളം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗോവ, ഗുജറാത്ത് അടക്കമുള്ള 22 സംസ്ഥാനങ്ങൾ ഒറ്റഘട്ടമായി വിധിയെഴുതും. കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങൾ 3 ഘട്ടങ്ങളിലായി ബൂത്തിലെത്തും. ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 5 ഘട്ടങ്ങളിലായും ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലായും വിധിയെഴുത്ത് പൂർത്തിയാകും. फोर्थ फेज में 18 अप्रैल को गजट नोटिफिकेशन होगा और डेट ऑफ पोलिंग वुड बी 13 ऑफ मे. Date of counting in the entire country would be 4th of June for all by-elections, for the assembly elections, for the parliamentary elections. ആകെ 96.8 കോടി വോട്ടർമാരാണ് രാജ്യത്തിന്റെ ഭാഗതയെ നിശ്ചയിക്കാൻ ഇതുവരെ അർഹത നേടിയിട്ടുള്ളത്. ഇതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളും 48,000 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടുന്നു. 20-നും 29 വയസ്സിനുമിടയിലുള്ള 19.47 കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. കന്നി വോട്ടർമാരുടെ എണ്ണം 1.8 കോടി. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാൻ ചുമതല നിർവഹിക്കും. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയിരിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ എല്ലാ ആവേശവും നിങ്ങളിലേക്ക് അതേപടി എത്തിക്കുന്നതിനു വേണ്ടി 24 എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്ന ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് കുമാറിനൊപ്പം ആർ രാധാകൃഷ്ണൻ, 24. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപേ പ്രചാരണം ആരംഭിച്ച കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 40 ദിവസം. വേനൽ ചൂടിലും പ്രചാരണം ശക്തമാക്കാനാണ് മുന്നണികളുടെ ശ്രമം. പൌരത്വ ഭേദഗതി നിയമവും സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാം. മറ്റൊരു വാർത്തയിലേക്ക്. ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടർന്ന സമസ്ത. പൌരത്വ നിയമം നടപ്പാക്കില്ല എന്ന് LDF സർക്കാർ പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് കണക്കിലെടുക്കണമെന്ന് ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്തയുടെ നിലപാട് കേരളത്തിലെ ന്യൂനപക്ഷത്തിന്റെ വികാരമാണ് എന്നായിരുന്നു കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രതികരണം. CAA ബില്ലിനെ ആദ്യം എതിർത്തത് താനാണെന്ന് ശശി തരൂർ പറഞ്ഞു. സമസ്തയുടെ കോൺഗ്രസ് ലീഗ് വിമർശനം തുടരുകയാണ്. സ്വസ്ഥമായി ജീവിക്കാൻ പോരാട്ടം നടത്തുന്ന സമയത്തെ കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം വേദനിപ്പിക്കുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആശ്രയിച്ചല്ല സമസ്തയെന്നും ഉമർ ഫൈസി മുക്കം 24-നോട് തുറന്നടിച്ചു. CAA കൊണ്ടുവന്നപ്പം CAA ഇപ്പം നടപ്പാക്കി ചില സംസ്ഥാനത്തിലൊക്കെ അതിനെ ഇവിടെ നടത്തില്ല എന്ന് ധൈര്യത്തോടെ ഞങ്ങൾക്കോട് പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് കണക്കിലെടുക്കേണ്ടത് ഇത്തരം സംഗതികളാണ്. ഇവിടെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ടാണല്ലോ. ഈ അവസരത്തിൽ ഈ കളി കളിച്ചാൽ, ഈ കൂറുമാറ്റം കളിച്ചാൽ ആരെയും വേദനിപ്പിക്കും.
അത് ശബ്ദിക്കേണ്ടതാണ്, പറയേണ്ടതാണ്. സമസ്തയുടെ നിലപാട് ന്യൂനപക്ഷത്തിന്റെ ആശങ്കയുടെ പ്രകടനമാണെന്നാണ് CPIM നേതാവ് എളമരം കരീം പ്രതികരിച്ചത്. സമസ്തയുടെ സുപ്രഭാതത്തിൽ അവരുടെ മുഖപ്രസംഗം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. പൊതുവിൽ അങ്ങനെ വരുന്നുണ്ട്. അവർ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറയാണ് മൃദു ഹിന്ദുത്വ നിലപാട് കോൺഗ്രസിനുണ്ടെന്ന്. എന്നാൽ CAA ബില്ലിനെ ആദ്യം എതിർത്തത് താനാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞു. ഈ ലെഫ്റ്റുകാർക്ക് വേറെ വേലയില്ലെന്ന് പറഞ്ഞ് ദുഃഖം തോന്നുന്നു. ഇന്നാളെ മുഖ്യമന്ത്രി പറഞ്ഞു CAA കോൺഗ്രസ് ഒരു ശബ്ദം ഉയർത്തിയില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെന്റെ ഒരു അവകാശമായി ഞാൻ അതിന് എഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ച് ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമവും സമസ്ത നിലപാടും നിർണായക വിഷയമായി മാറുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കുമെന്ന് അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. വിധിയെഴുത്ത് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ്. ഈ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന്റെ തിരക്കിലുമാകും. എന്നാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പ്രത്യേകതകൾ കൂടി ഈ തവണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ സ്ഥാനാർത്ഥികളെ അടുത്തറിയാനായി KYC ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം എന്നുള്ള സൗകര്യം കൂടി ഒരുക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതുൾപ്പെടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, വിശദമായ വിവരങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ട് എല്ലാ വോട്ടർമാരുടെയും വോട്ട് പോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വിജിൽ സംവിധാനമാണ്. വിജിൽ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങളും അല്ലാതെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികളും ഒക്കെ തടയുക എന്നതാണ്. വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും അവരുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കുകയോ ചെയ്താൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ഭാഗമായിട്ട് ഇടപെടും എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആകെ 96.8 കോടി വോട്ടർമാരാണ് ഈ രാജ്യത്ത് ഇതുവരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വോട്ടർമാരുടെ പേര് കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധ്യമാകുമെന്ന് കമ്മീഷൻ കരുതുന്നു. ഈ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ആ ദിവസം വരെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്കാണ് ഈ അഡ്വാൻസ് ആയിട്ട് വോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള വോട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളും ആണ് ഇത്തവണ വോട്ടർമാരായിട്ട് ഉണ്ടാവുക. ട്രാൻസ്ജെൻഡറുകളുടെ എണ്ണം നോക്കുമ്പോൾ 48,000-ഓളം പേർ ഇത്തവണ അതൊരു വലിയ സംഖ്യയാണ് അവർ വോട്ട് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 19.47 കോടി ആളുകൾ 20-നും 29-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് ഉണ്ട്. യുവാക്കളായിട്ടുള്ളവർ വോട്ട് ചെയ്യാനായി എത്തുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമാണ്. 12 സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചേർക്കുന്നതിന് വലിയ മടി കാണിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അത് മാറുന്നു എന്നതിൻ്റെ നല്ല സൂചനകളാണ് കാണുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 82 ലക്ഷം വോട്ടർമാരും 100 വയസ്സിന് മുകളിലുള്ള 2.18 ലക്ഷം വോട്ടർമാരും ഉണ്ട് എന്നതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറെ വലിയ കൗതുകമായിട്ട് മാറുന്നുണ്ട്. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 1.5 കോടി ഉദ്യോഗസ്ഥരും ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ട് മാറുക. എല്ലാ ഇടങ്ങളിലുമായിട്ട് ഏതാണ്ട് 55 ലക്ഷത്തോളം EVMകളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം രാജ്യം വിപുലമായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കള്ളപ്പണത്തിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകാതിരിക്കാൻ ഫ്ലൈയിങ് സ്ക്വാഡുകൾ, മണ്ഡലം കേന്ദ്രീകരിച്ച് ഫ്ലൈയിങ് സ്ക്വാഡുകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാൻ ഉള്ളത് ആ ദിവസം അവധി ദിവസമല്ല, അത് ഡ്യൂട്ടിയുടെ ദിവസമായിട്ട് കണക്കാക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രവിധ, ശരി, വിശദമായ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായാണ് 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി കൂടി കാത്തിരിക്കുകയായിരുന്നു എല്ലാ പാർട്ടികളും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള നീക്കം അതെങ്ങനെയായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും? പ്രവിധ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചരണം ശക്തമായി ആരംഭിച്ചിരുന്നു. ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പ്രചരണമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും BJP-യും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് കളത്തിലുണ്ട്. അങ്ങനെ ശക്തമായ മത്സരമാണ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം 20 ലോക്സഭാ മണ്ഡലങ്ങൾ 2019 20 ലോക്സഭാ മണ്ഡലത്തിൽ 19 UDF നേടിയിരുന്നു. ഇക്കുറി അത് 20-20 നേടുകയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇടത് ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുപിടിക്കുക, അങ്ങനെ 20-20 സീറ്റ് നേടുകയാണ് ലക്ഷ്യമെന്ന് അല്പസമയം തന്നെ MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കേരളത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഏപ്രിൽ 26-നാണ് പോളിംഗ് ബൂത്തിൽ എത്തുക. അതോടൊപ്പം തന്നെ മാർച്ച് 28-ന് വിജ്ഞാപനം ഇറക്കും. ഏപ്രിൽ 4-ലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-നാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന ദിവസം. 2019-ൽ 3 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 23-നാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയത്. ഇത്തവണ അത് ഏപ്രിൽ 26-നാണ്. അങ്ങനെ ആ ഒരു ചെറിയ മാറ്റം മാത്രമേ പൊതുവെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രകടമായിട്ടുള്ളൂ. എന്തായാലും ശക്തമായ പ്രചരണമായി ഇതിനം തന്നെ കളം നിറഞ്ഞിരിക്കുകയാണ് ഇടത് വലതും അതോടൊപ്പം തന്നെ BJP-യും. ഏതായാലും 20-20 നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിന് UDF-നുള്ളത്. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക, കൂടാതെ 20-20 നേടി ശക്തമായ സാന്നിധ്യമായി ഉണ്ടാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രചരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശരി, നിതിൻ അംബുജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഇനി ഇരു മുന്നണികളുടെയും നേർക്കുനേർ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ്. 400-ന് മുകളിൽ സീറ്റാണ് BJP-യുടെ ലക്ഷ്യം. ഇന്ത്യ സഖ്യമാകട്ടെ കരുത്തു കാട്ടാനുള്ള ശ്രമത്തിലുമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും വരെ ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നണികളുടെ ഘടന വ്യത്യസ്തമായിരുന്നു. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുൻനിന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തിരികെ എത്തിച്ചത് പ്രധാനമന്ത്രിയുടെ നീക്കമായിരുന്നു. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ ശിവസേനയെയും NCP-യെയും പടർത്തി BJP സഖ്യ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചു. ഒഡീഷയിലെ നവീൻ പട്നായിക്കിനെയും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെയും മുന്നണിയിലെത്തിച്ചതും മോദിയുടെ തന്ത്രം. തമിഴ്നാട്ടിൽ AIDMK തഴഞ്ഞ് പ്രാദേശിക പാർട്ടികൾക്കൊപ്പം സഖ്യമായതിനും കാരണം നരേന്ദ്രമോദി തന്നെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ പ്രധാനമന്ത്രിയുടെ കൂടുതൽ യാത്രകളും BJPക്ക് സ്വാധീനം കുറഞ്ഞ തമിഴ്നാട്, കേരളം, തെലങ്കാന, ബംഗാൾ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു. പ്രതിപക്ഷ സഖ്യമാകട്ടെ സീറ്റു ധാരണയിലെത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ പലതുണ്ട്. ഡൽഹി, ഗുജറാത്ത്, ചണ്ഡീഗഡ്, ഹരിയാന, ഗോവ എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സീറ്റു ധാരണയായി. രാജസ്ഥാനിൽ CPIM-ന് 1 സീറ്റ് കോൺഗ്രസ് നൽകി. ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇതിനകം ഇന്ത്യ സഖ്യം ധാരണയിലെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ തർക്കം തുടരുകയാണ്. ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യം തകർന്നു. തർക്കം തുടരുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നപരിഹാരത്തിന് തീവ്ര നീക്കത്തിലാണ് നേതാക്കൾ. ഇലക്ഷൻ ഡെസ്ക് 24. കെജ്രിവാളിന് ആശ്വാസം. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. റൌസ് അവന്യൂ കോടതിയിൽ നേരിട്ട് ഹാജരായി കെജ്രിവാൾ ജാമ്യമെടുത്തു. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസ് ഏപ്രിൽ 1-ന് വീണ്ടും പരിഗണിക്കും. കേസിൽ ED ഇന്നലെ അറസ്റ്റ് ചെയ്ത BRS നേതാവ് K കവിതയെ 7 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കോടതിയിൽ നേരിടുമെന്നുമാണ് കവിത പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അല്പസമയത്തിനകം മുംബൈയിൽ സമാപിക്കും. അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെയായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. നാളെ ശിവാജി പാർക്കിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ അണിനിരത്തിയുള്ള റാലിയിൽ നിന്ന് CPIM വിട്ടുനിന്നേക്കും. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിൽ സീറ്റ് ചർച്ചയിൽ തർക്കം തുടരുന്നു. രാവിലെ KC വേണുഗോപാലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാവ് ബാലാസാഹേബ് തോറാട്ടും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെ ശരത് പവാറിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സഖ്യത്തിലേക്ക് വരുന്ന വംജിത് ബഹുജൻ അഘാഡിക്ക് നൽകേണ്ട സീറ്റുകളെ ചൊല്ലിയാണ് ചർച്ചകൾ തുടരുന്നത്. അതേസമയം 20 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടുവെങ്കിലും BJP സഖ്യത്തിലും സീറ്റ് ചർച്ച പൂർത്തിയായിട്ടില്ല. ഇനി മറ്റു ചില വാർത്തകൾ നോക്കാം. കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. അനുവിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആഭരണങ്ങൾ കവരുന്നതിനിടെ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം.
കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൊച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുട്ടൊപ്പം വെള്ളത്തിൽ അനു മുങ്ങി മരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കാണാനില്ലെന്നും കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം കവരുന്നതിനിടെയുണ്ടായ ആക്രമണം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയം ചുവന്ന ബൈക്കിൽ പ്രദേശത്തെത്തിയ വ്യക്തിയുടെ ദൃശ്യങ്ങളും കാണാതായ സ്വർണ്ണാഭരണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BDJS സ്ഥാനാർത്ഥികളായി കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. ഇടുക്കിയിൽ BDJS സംസ്ഥാന സെക്രട്ടറി സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. നേരത്തെ മാവേലിക്കരയിലെയും ചാലക്കുടിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. കോഴയ്ക്ക് പിന്നിൽ സംഘടനാ നടപടി നേരിട്ട മുൻ SFI പ്രവർത്തകനെന്ന് കാണിച്ച് SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPIM നേതൃത്വത്തിന് പരാതി നൽകി. മർദ്ദന പരാതി അന്വേഷിക്കാൻ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി. കലോത്സവ കോഴയ്ക്ക് പിന്നിൽ SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിലുള്ള ചേരിപ്പോരാണെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴയാരോപണത്തിന് പിന്നിൽ മുൻ SFI പ്രവർത്തകനാണെന്നാണ് ആരോപണം. തെളിവുകൾ സഹിതം SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയും കോഴ വിവാദം ചർച്ച ചെയ്തിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇതു സംബന്ധിച്ച് വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. കോഴ വിവാദത്തിൽ SFIക്കെതിരെ കോൺഗ്രസ് വിമർശനം തുടരുന്നതിനിടെയാണ് ചേരിപ്പോര് മറനീക്കി പുറത്തുവരുന്നത്. CPM നേതൃത്വത്തിന് പരാതി ലഭിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരണമെങ്കിലും വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് SFI സംസ്ഥാന നേതൃത്വം. ആത്മഹത്യ ചെയ്ത വിധികർത്താവ് PN ഷാജിക്കും നൃത്ത പരിശീലകർക്കും മർദ്ദനമേറ്റെന്ന പരാതിയിൽ അന്വേഷണം നടത്തുന്ന കണ്ണൂരിലെ പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് അന്വേഷണം. 24 തിരുവനന്തപുരം. നോക്കാമിനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി TK റീജിത്തെത്തും. നമസ്കാരം.